അങ്ങനെ നമ്മുടെ സുലൈഖ ആ വീടിൻ്റെ പടിയിറങ്ങിപ്പോവുകയാണ്. വീടിൻ്റെ മാത്രമല്ല, ഫൈസിയുടെ ജീവിതത്തിൽ നിന്നും അവൾ എന്നേക്കുമായി പടിയിറങ്ങിപ്പോവുകയാണ്. അതേസമയം ഫൈസി തൻ്റെ കല്യാണത്തിന് വേണ്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. മോനെ ഫൈസി, എല്ലാം എടുത്തോ? ഇനി ഒന്നുകൂടി വരാനൊന്നും ഒക്കൂല. എന്ത് തിരക്കായി ഷോപ്പില്. 4 പാടും നോക്കിക്കൊണ്ട് ആമിനുമ്മ പറഞ്ഞു. ഉമ്മ ഒന്ന് പതുക്കെ പറ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നതാ. ഇതിപ്പ കഴിയും ഉമ്മ. അതാ ആ സോഫ കാണുന്നില്ല, അവിടെ പോയിട്ട് ഇരുന്നോ. ആരിഫ ആമിനുമ്മയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, ഞാനിവിടെ ഇരിക്കാം, ഒന്ന് വേഗം ആയിക്കോട്ടെ. എന്താ ഇത്ര താമസം? ഉമ്മ ചെല്ല്, ഉമ്മ ഇവിടെ ഇരിക്കുക, എല്ലാം പെട്ടെന്നാവും. കഴിഞ്ഞ് എല്ലാവർക്കും എടുത്തു കഴിഞ്ഞു. ഇനി ബില്ലടിക്കേണ്ട താമസേ ഉള്ളൂ. ആരിഫ വേഗം അടുത്തുള്ള സെയിൽസ് ഗേളിനെ കണ്ട് ബില്ലൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറഞ്ഞു. ഫൈസി ഇങ്ങ് വന്ന എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടോ, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഉള്ളത് എടുത്തു, ഇനിയെല്ലാം ബില്ലാക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ശരി ആരിഫ, നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ ബില്ലടിച്ചിട്ട് വരാം. ആ കവറുകളൊക്കെ ഡിക്കി തുറന്ന് അതിലേക്ക് വെച്ചേക്ക്. ഡാ ഫൈസി, ഒന്ന് വേഗം ആക്കാൻ പറയട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അടുത്തുള്ള ഹോട്ടലിൽ കയറി നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ആമിനുമ്മ തിടുക്കം കൂട്ടി. ശരി ഉമ്മ, നിങ്ങൾ നടന്നു. ബില്ലിലേക്ക് നോക്കിപ്പോയ ഫൈസി ഞെട്ടിപ്പോയി. 1.5 ലക്ഷം രൂപ. ഇവർ ഇതെന്ത് പണിയാ കാണിച്ചത്? ഇവർ ഡ്രസ്സ് എടുക്കാൻ തന്നെയാണ് വന്നത്, അല്ല സ്വർണ്ണാണോ എടുത്തത് ഈ പൈസക്ക്? ഫൈസി പതുക്കെ പറഞ്ഞു പോയി. അവൻ വേഗം ഒരു സെയിൽസ് ഗേളിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതൊന്ന് നോക്കി, ഇതൊക്കെ കറക്റ്റ് തന്നെയാണോ? ഈ ബില്ല് ഇത്രയൊക്കെ ആയിനല്ലോ. ആ സർ, ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ഇവർ എല്ലാവരും എടുത്തത്. ഈ ഒറ്റൊരു ചുരിദാർ ഒഴികെ ഒന്ന് മാത്രമേ ഏറ്റവും ചെറിയ വിലക്കുള്ളതുള്ളൂ. ബാക്കി ഫുള്ള് നല്ല ബ്രാൻഡഡ് ഐറ്റംസാ സർ, അതാ ഇത്ര റേറ്റ് ആയത് കേട്ടോ. ശരി, ഞാൻ വെറുതെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ. ആ പറച്ചലിൽ നിന്നും അവനീ മനസ്സിലായി ഏറ്റവും ചെറിയ റേറ്റിന് എടുത്തതായിരിക്കാണെന്ന്. വേറെ ആയിരിക്കും, അല്ലാതെ സുലൈഖൊക്കെ തന്നെ. ബാക്കിയുള്ളവരെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് എടുത്തു. അവൻ വേഗം ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നടന്നു. അതേസമയം സുലൈഖ, മോളെ സുലൈഖ, സ്ഥലം എത്തിയിട്ടോ. സുലൈഖ മോളെ. സുഹറയുടെ ഭർത്താവ് ഓട്ടോ നിർത്തിക്കൊണ്ട് അവളെ വിളിച്ചു. ആ ഇക്കാക്ക, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു പോയി. ഇക്കാക്ക, ഇനി ഞാൻ ഒറ്റക്കോ? എനിക്കൊന്നും സഹിക്കാനാവുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ എങ്ങനെ ഒറ്റക്ക്? എനിക്കിതൊന്നും ആലോചിക്കാനേ പറ്റുന്നില്ല ഇക്കാക്ക. മോളെ സുലൈഖ, നീ ഇനിയും കരയരുത് കേട്ടോ. നീ എന്നെ ഒരു മൂത്ത ഏട്ടനായിട്ട് കണക്കാക്കണം. ഞാൻ പറയുന്നത് നീ കേൾക്ക്. 4 പെങ്ങന്മാരുള്ള എനിക്ക് നിന്നെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാനിട്ടല്ല. എനിക്കൊരു പെങ്ങളെ കൂടി നോൽക്കാനുള്ള ചങ്കൂറ്റുണ്ട്. പക്ഷെ നിനക്ക് അവനിൽ നിന്നൊരു മോചനം വേണ്ടേ? നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു പരത്തും. പിന്നെ അതൊക്കെ കേട്ട് നിനക്ക് വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. അതാ പിന്നെ മോളെ, അവർക്കിപ്പോൾ നീ ഒരധികപ്പറ്റ. വെറുതെ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതുകൊണ്ട് മോളെ ഇനി ഇവിടെ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇങ്ങനെ കരഞ്ഞിരിക്കാതെ മോളൊന്ന് ആലോചിക്ക്. ഇനിയെങ്കിലും നീ ജീവിതത്തോട് പൊരുതണം. നിന്റെ സ്വപ്നത്തിന് വേണ്ടി നീ ജീവിക്കണം. ഇനി ആരുടെ വാക്കും കേട്ട് തളരാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും ഈ മിണ്ടാതെ നിൽക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് നീ ഇനിയെങ്കിലും നിർത്തണം. പ്രതികരിക്കാൻ പഠിക്കണം മോളെ. ഇന്നത്തെ കാലത്ത് അതാ വേണ്ടത്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ടത് തന്നെ വേണം. പിന്നെ എൻ്റെ കുട്ടി അന്യനാട്ടിലേക്കാണ് പോകുന്നതെന്ന് ഓർമ്മ വേണം കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഈ സ്വഭാവം അങ്ങ് മാറ്റാം. അറിയാത്ത നാടും അറിയാത്ത ആൾക്കാരൊക്കെയാ. അവർ നിന്നെ പൊന്നു പോലെ നോക്കും. എന്നാലും
പ്രതികരിക്കേണ്ട സമയത്ത് എൻ്റെ മോൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അവരെക്കുറിച്ചൊക്കെ സുഹറ എന്നോട് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. നല്ല ആൾക്കാരാ അവരൊക്കെ. എൻ്റെ മോളെ നല്ലോണം നോക്കും. അതിലൊന്നും എൻ്റെ കുട്ടി വിഷമിക്കണ്ട. പിന്നെ സുലൈക്ക, ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നീ അവിടെ എത്തിയിട്ടൊരു ജോലി കണ്ടുപിടിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ആരെയും ആശ്രയിച്ച് ജീവിക്കരുത് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് അവിടെ എത്തിയിട്ടൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവരെയും പ്രാർത്ഥന മോൾക്കുണ്ടാകും. എൻ്റെ ആയാലും സുഹറയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മോൾക്ക് എന്നും ഉണ്ടാകും. കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ, പഠിച്ചവൻ ഇനിയുള്ള കാലം എൻ്റെ മോൾക്ക് നല്ലതേ വരുത്തും. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ആ മോളെ, ബസ് വരുന്നുണ്ട്, വാ, ഞാൻ നിന്നെ അതിൽ കയറ്റി വിടാം. വേണ്ട കാക്ക, ഞാൻ പോയിക്കോളാം. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ തനിച്ചല്ലേ, ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. പിന്നെ ഉപ്പാനോടും സുഹറത്തോടും പറയണം എനിക്ക് വിഷമമൊന്നും ഇല്ല എന്നിട്ടോ. സങ്കടപ്പെടണ്ട എന്ന് പറയണം അവരോട്. അവൾ സുലൈക്ക കണ്ണീരൊക്കെ തുടച്ചു ഹിജാബ് താഴ്ത്തിക്കൊണ്ട് ബസ്സിൽ കയറാനായി നടന്നു. സുലൈക്ക, അവിടെ നിന്ന് ഇതാ ഇതുകൂടി വെച്ചോളൂ, കുറച്ച് കാശാ, എന്തെങ്കിലും ആവശ്യം വന്നാലോ. വേണ്ട കാക്ക, അതൊക്കെ ഉപ്പ തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അത് മതി. അവർ തന്നെ ജീവിതം എങ്ങനെയെങ്കിലും രണ്ടറ്റം എത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പൈസ അവൾ നിരസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ ബസ്സിലുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാലൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ, എല്ലാം അറിയാത്ത ആൾക്കാരാ, ശ്രദ്ധിച്ചു പോണേ സുലൈക്ക. ശരി കാക്ക, ശരി, അസ്സലാമു അലൈക്കും. ആ മോളെ, വലൈക്കും അസ്സലാം. ഞാൻ ചെല്ലട്ടെ. അയാൾ ഓട്ടോയ്ക്കരികിലേക്ക് നടന്നു. വിങ്ങുന്ന മനസ്സുമായി സുലൈക്ക ബസ്സിലേക്ക് കയറി. ബസ്സിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൈഡ് സീറ്റിൽ പോയി അവൾ ഇരുന്നു. പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആരുടെയും മുഖങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ തന്നെ ഒന്നും മനസ്സിലാകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. പുറത്തേക്ക് കണ്ണു നട്ടി എന്തോ ചിന്തിച്ച പോലെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്ന് നിറഞ്ഞു ബസ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ സുലൈഖയുടെ മനസ്സ് എന്തുകൊണ്ടോ ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. എന്തോ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ. പക്ഷെ അവൾ കരഞ്ഞില്ല. ഇനിയും കരഞ്ഞാൽ എൻ്റെ ജീവിതം ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ആരുടെ അടുത്തേക്കെന്നറിയാത്തൊരു യാത്ര. അവൾ പുറത്തേക്ക് കണ്ണുനട്ട് ആലോചനയിൽ ഇങ്ങനെയിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആരെന്നറിയാത്ത കുറേ ആൾക്കാരുടെ അടുത്തേക്ക് എങ്ങനെ കയറി ചെല്ലും എന്ന ചിന്ത അവളിൽ എല്ലാ ആശ്ചര്യമുണ്ടാക്കി. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അവൾ മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ബസ് നീങ്ങിക്കൊണ്ടേയിരുന്നു പുതിയ യാത്രയ്ക്കായി. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കാം. ഓക്കെ.